പ്രോബ്ലത്തിൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് RA+RB അത് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. താഴോട്ടുള്ള ഫോഴ്സിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ RA+RB -48 -40 അപ്പോൾ അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ RA+RB ഈക്വൽ ടു 88 kN എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് കിട്ടുന്നു. സെക്കൻഡായിട്ട് നമ്മൾ മൊമെൻറ്റ് കൺസിഡർ ചെയ്യണം. മൊമെൻറ്റ് കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് എ, ഈ പോയിൻ്റ് ഈ എ എന്ന് പറഞ്ഞ പോയിൻ്റ് വെച്ചാണ് നമ്മൾ മൊമെൻറ്റ് കൺസിഡർ ചെയ്യുന്നത്. മൊമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ 48 × 1 48, പിന്നെ ഈ ഫോഴ്സ് കാരണമുള്ള മൊമെൻറ്റ് 3 മീറ്റർ മാറിയാണ് എ എന്ന് പറഞ്ഞ പോയിൻ്റ്. അപ്പം 40 × 3. മൂന്നാമത് RB എന്ന് പറയുന്നത് എയിൽ നിന്ന് 6 മീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ RB × 6. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ RA എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്റ്റൻസ് എയിൽ നിന്ന് 0 ആയതുകൊണ്ട് RA × 0 0. ഓക്കെ, അപ്പം അതിൽ നിന്ന് നമുക്ക് RBയുടെ വാല്യൂ കിട്ടും. RBയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 28 kN എന്ന് നമുക്ക് കിട്ടും. 28 അപ്പോൾ ഈ 28 kN കിട്ടിയത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് RAയുടെ വാല്യൂ 60 kN എന്ന് കിട്ടും. മെക്കാളെ മെത്തേഡ് വെച്ചാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഡിഫ്ലക്ഷൻ അണ്ടർ ഈച്ച് ലോഡ് കാരണം ഈ 48 kN 40 kN എന്നീ ലോഡുകൾ കാരണം പോയിന്റ് സിയിലും പോയിന്റ് ഡിയിലും വരുന്ന ഡിഫ്ലക്ഷൻ, ആ y എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ കണ്ടുപിടിക്കുന്നത് മാക്സിമം ഡിഫ്ലക്ഷൻ എത്ര, വൈയുടെ വാല്യൂ y max എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദ പോയിന്റ് അറ്റ് വിച്ച് ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കർ, ഏത് പോയിന്റിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമേ EI × d²y/dx² m എന്ന് വെച്ചാൽ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് എക്സ്ട്രീം എൻഡിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ 3 ഫോഴ്സും വരുന്ന ഡിസ്റ്റൻസ് നമ്മൾ നോക്കുന്നു. ആ ഡിസ്റ്റൻസ് പിന്നെ ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ മൊമെൻറ്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ EI × d²y/dx² = 60 kN ഉണ്ട്. അപ്പം 60 kN പോസിറ്റീവ്, 48 ഇത് x-1 ഈ പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ x-1 മൂന്നാമത്തെ ഫോഴ്സ് കാരണം 40 kN ഇവിടെ നിന്ന് എത്ര ദൂരം x-3 -40 × x-3. ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ dy/dx². അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 60 x²/2 പ്ലസ് dx 60 x²/2 പ്ലസ് c1 -48 x-1² -40 x-3² ഞാൻ അടുത്തതെന്ന് വെച്ചാൽ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ EY × y = 60 x³/6 പ്ലസ് c1x പ്ലസ് c2 -48 x-1² -40 x-3² 6. ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല, ക്യാൻസൽ ചെയ്യാം. 10x³ പ്ലസ് c1x പ്ലസ് c2 -8x -1² -40 20/3 x-3² കൺസിഡർ ചെയ്യുക. ഈ എക്സ് എന്ന് പറയുന്നത് 0 മീറ്റേഴ്സ്. എക്സ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എക്സ് 0 ആകുമ്പോൾ വൈയുടെ ഡിഫ്ലക്ഷൻ എന്തുവാ? 0. അപ്പോൾ ഫസ്റ്റ് ഈ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ y 0 ആകുമ്പോൾ 0. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഭാഗം മാത്രം കൺസിഡർ ചെയ്യുക. എക്സ് 0 ആകുമ്പോൾ ഈ ഭാഗം മാത്രം കൺസിഡർ ചെയ്യുക. അപ്പം 10 × 0 പ്ലസ് c1 × 0 c2. അപ്പോൾ c2ൻ്റെ വാല്യൂ കിട്ടും 0. ഈ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ x 6 ആകുമ്പോൾ y 0 ആവും. അപ്പം EI × 0 ഇത് നമ്മൾ ഫുൾ പാർട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. 6
മീറ്റർ വരെ 6 മീറ്റർ വരെ ഉള്ളപ്പോൾ ഈ ഇക്വേഷൻ ഫുള്ള് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം 10 × 6³ + C1 × 6, കാരണം നമുക്ക് C1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. -8 × 6 - 1 the whole cube -20/3 × 6 - 3 the whole cube. ഈ ഇക്വേഷൻ്റെ അകത്തു നിന്ന് നമുക്ക് C1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ 163.33 ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 48 kN ഉള്ള പോയിൻ്റ് സിയിലെ ഡിഫ്ലക്ഷനും ഡിയിലെ ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യമേ അപ്പം എക്സിൻ്റെ വാല്യൂ 1 അല്ലേ, എക്സിൻ്റെ വാല്യൂ 1. ഇതിനെ mm² എന്നെല്ലാം ഞാൻ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് അവസാനം വൈയുടെ വാല്യൂ കിട്ടുന്നത് -9.019 × 10⁻³ മീറ്റർ. ഡിഫ്ലക്ഷൻ അറ്റ് ഡി കണ്ടുപിടിക്കുമ്പോൾ EA × y = 10 3 മീറ്റർ മാറിയാണ് ഡി ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. -163.33 × 3 -8 × 2³ ഇത് × 10³ കാരണം kN മറ്റേ വാല്യൂസിൽ. അപ്പം YD ഇയും ഐയും താഴെ കൊണ്ടുവരുമ്പോൾ ഇതേ ബൈ YD, അപ്പോൾ ഇതേ ബൈ 2 × 10⁵ the whole square × 85 × 10⁶ × 10⁻³ the whole raised to 4. നമുക്ക് YD കിട്ടുന്നതെന്ന് പറയുമ്പോൾ -0.0167 മീറ്റർ എന്നാണ് കിട്ടുന്നത്. 16 മീറ്റർ എന്ന് പറയുമ്പോൾ 16.7 10³ കൊണ്ട് ഗുണിക്കണമല്ലോ എമൗണ്ടിലോട്ട് കിട്ടുക. 1 2 3 7 YD. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് താഴോട്ടാണ് ബീം ഡിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് അർത്ഥം. നമുക്ക് മൂന്നാമത് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഡിഫ്ലക്ഷൻ ഏത് പോയിന്റ് വെച്ചാൽ dy/dx 0 എന്ന പോയിന്റിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഡിഫ്ലക്ഷൻ നടക്കാൻ dy/dx = 0, ആ പോയിന്റിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ നടക്കുക. അപ്പം ആ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. C1ൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പം 0 = 30x² + -163.33 -24x - 1 the whole square. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടുന്നത് x = 2.871 മീറ്ററിലാണ്. തേർഡ് വരുന്നത് പോയിന്റ് അറ്റ് വിച്ച് പിന്നെ മാക്സിമം ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയത് മാക്സിമം ഡിഫ്ലക്ഷൻ നടക്കുന്ന പോയിൻ്റാണ്. പോയിൻ്റ് എന്ന് വെച്ചാൽ x = 2.8. ഇപ്പം ഇനി നമ്മൾ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ മാക്സിമം കിട്ടും. അതിന് നമ്മൾ EA × y ആ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. EA × y = ഇതിനകത്ത് ഈ ടേം പോയി ഇവിടം വരെ ഉള്ള ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 10 × 2.871³ -163.33 × 2.871 -8 × 2.871 -1 the whole square whole cube.
നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ y ഈസ് ഈക്വൽ ടു ഇതെല്ലാം കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ ന്യൂട്ടൺ 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഹോൾ ഇക്വേഷനെ ഇതേ ബൈ ഈ ഐ നമ്മൾ താഴോട്ട് കൊണ്ടുവരുമ്പോൾ 2 × 10⁵ 2 × 10⁵ × 10⁻³ the whole square into 85 × 10⁶ into 10⁻³ the whole raised to 4. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y മാക്സ് കിട്ടും. ലാസ്റ്റ് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ വെച്ച് ഈ പോയിൻ്റാണ് മാക്സിമം ഡിഫ്ലക്ഷൻ നടക്കുന്നത്. മാക്സിമം ഡിഫ്ലക്ഷൻ്റെ വാല്യൂ 0.167 മീറ്റേഴ്സാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ മെക്കാള മെത്തേഡ് വെച്ചാണ് സോൾവ് ചെയ്തത്. അപ്പം